ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് അതിൻ്റെ ചുവട് പിടിച്ച് ഈ ട്രംപ് നടത്താൻ പോകുന്ന പ്രസംഗത്തെക്കുറിച്ച് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു മലയോളം പ്രതീക്ഷിച്ചിട്ട് അവസാനം ഒരു എലിയെ പ്രസവിച്ചതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റ് സ്വാധീനിക്കുന്ന ഇത്തരം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഒരു പ്രസംഗങ്ങൾ അവർ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നടത്താറുള്ളത്. കാരണം ഈ ട്രേഡിംഗ് അവരിൽ പ്രസംഗം നടത്തിയാൽ അത് മാർക്കറ്റിൽ ഒന്നുകിൽ വലിയ പാനിക് സെല്ലിങ്ങിനോ തകർച്ചയ്ക്കോ കാരണമായിരിക്കും. അത് ഒഴിവാക്കാനാണ് പലപ്പോഴും ആഫ്റ്റർ മാർക്കറ്റ് അവറിൽ ഈ പ്രസംഗങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം, അതായത് ഇന്ത്യൻ സമയം അതിരാവിലെ 7:30 ട്രംപിൻ്റെ പ്രസംഗം വന്നത്. ആ സമയത്ത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാസ്ഡാക്കും ഒക്കെ ക്ലോസ് ചെയ്തിരുന്നു. ട്രംപ് നടത്തിയ പ്രസംഗം എല്ലാ നേട്ടങ്ങളെയും മായ്ച്ചു കളയുന്നതായിരുന്നു. കാരണം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് അതുവരെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പോസ്റ്റിൻ്റെ ഒരു കമ്പൈലേഷൻ മാത്രമായിരുന്നു. ഇറാനെതിരെ അടുത്ത 2-3 ആഴ്ച കൂടി അതിശക്തമായിട്ട് ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് വലിയ നിരാശയാണത് സമ്മാനിച്ചത്. അതുപോലെ ഇതിനു മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ്റെ മിസൈൽ കേന്ദ്രങ്ങളും നാവികസേനയൊക്കെ തകർത്തെന്നും അവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമാകില്ലെന്നും ഒക്കെയാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം ഇറാൻ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തിയതായിട്ടും കാണാം. കൂടാതെ US കമ്പനികൾക്കെതിരെ സൈബർ ആക്രമണങ്ങളും മറ്റ് പ്രത്യാക്രമണങ്ങളും നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ പ്രസംഗത്തിന് പിന്നാലെ ഉടൻ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഏകദേശം 4 മുതൽ 5% വരെ ഉയർന്നതായിട്ട് കാണാം. കാരണം ഇന്നലെയൊക്കെ 98 എന്ന ലെവലിലൊക്കെ പോയിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസാണ് പിന്നെ 105-108 ലെവലിലൊക്കെ ഉയർന്നത്. കൂടാതെ നമുക്കറിയാം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് അത് തുറക്കുന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയും ട്രംപിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് അദ്ദേഹത്തെ പ്രസംഗത്തിൽ ശ്രമിച്ചത്. അപ്പോൾ ഈ പ്രസംഗത്തിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം അമേരിക്കൻ ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കുകയും ബോണ്ട് ഈൽഡൊക്കെ വർദ്ധിക്കുകയും മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് തകരുകയും അതുപോലെ ഗോൾഡും സിൽവറും ഏകദേശം 3% മുതൽ 5% വരെ തകരുകയും ചെയ്തിട്ട് കാണാം. ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ 100 മുകളിൽ വീണ്ടും വന്നതായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നോണം ഇന്ന് ഇന്ത്യ വിപണിയിലും വമ്പിച്ച ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായത്. കൂടാതെ ഇന്നലെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് പോലും FIIസിൻ്റെ സെല്ലിംഗ് ഏകദേശം 8,000 കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വലിയ പാനിക്കാണ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് സൃഷ്ടിച്ചത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ അത് ഈ വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള 22,152 ലെവലിലൊക്കെ താഴോട്ടേക്ക് പോയിരുന്നു. എന്നാൽ തികച്ചും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് മാർക്കറ്റിൽ നടന്നതായിട്ട് കാണാം. അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യൻ റൂപ്പിയാണെന്നും കാണാം. കാരണം ഇന്ത്യൻ റൂപ്പി 92 എന്ന ലെവലിലേക്ക് താഴോട്ടേക്ക് വന്നത് മാർക്കറ്റിനെ മൊത്തത്തിൽ അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം RBI നടത്തിയിട്ടുള്ള അതിശക്തമായ നീക്കങ്ങളാണ് ഈ റൂപ്പി ഈ രീതിയിൽ താഴോട്ടേക്ക് വരാൻ കാരണമായിട്ടുള്ളത്. അതുകൂടാതെ മാർക്കറ്റിൽ വാല്യൂ ബൈങ്ങും നടന്നതായിട്ട് കാണാം. കാരണം പ്രത്യേകിച്ച് പല ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ HDFC, ICICI പോലെയുള്ള ലീഡിംഗ് സ്റ്റോക്കുകളിലും അതുപോലെ IT ജയൻറ്റുകളിലും നല്ല ബൈങ് നടന്നതായിട്ട് കാണാം. ഇന്ന് IT ഇൻഡെക്സ് ആണ് ഏറ്റവും നന്നായിട്ട് മുന്നേറിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കറിയാം Nifty 50യിൽ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള സെക്ടറുകളാണ് ബാങ്കിങ് സെക്ടറും IT സെക്ടറും. അപ്പോൾ ഈ 2 സെക്ടറുകളിലും ശക്തമായ ബൈങ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മാത്രം മതി നിഫ്റ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഈ ട്രംപിൻ്റെ പ്രസംഗത്തെ തുടർന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുമെന്ന് കരുതിയിട്ട് വലിയ തോതിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടുള്ള ട്രേഡേഴ്സ് ഇപ്പോൾ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു റിക്കവറി കണ്ടപ്പോൾ പാനിക് ആവുകയും അവരവരുടെ പൊസിഷനുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് കവറിങ് നടത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തോതിലുള്ള ഒരു റിക്കവറി ആഫ്റ്റർനൂൺ സെഷനിൽ നമ്മൾ കണ്ടത്. അതുകൂടാതെ ഇന്നത്തെ FII ഡാറ്റയും നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. കാരണം റൂപ്പിയുടെ ഡീവാലുവേഷനാണ് FII സെയിലിൻ്റെ ഒരു കാരണം. അപ്പോൾ ഈ രീതിയിൽ റൂപ്പി ഇപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ചെയ്തുകൊണ്ട് അപ്പോൾ ഇന്ന് FIIs മാർക്കറ്റിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഇനി നമ്മൾ മാർക്കറ്റിൽ വന്ന ചില ഡാറ്റകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2026 മാർച്ച് മാസത്തിലെ ഇന്ത്യയുടെ GST കളക്ഷൻ അത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടിരിക്കുകയാണ്. ഫിനാൻസ് മിനിസ്ട്രി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ആദ്യമായിട്ട് നമ്മുടെ മന്ത്ലി GST കളക്ഷൻ 2 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ ഏകദേശം 8.8% ഒരു വർധനമാണിത്. അതുപോലെ മന്ത് ഓൺ മന്ത് നോക്കുകയാണെങ്കിലും 8.9% വർധന അവിടെ ഉണ്ടായിട്ടുണ്ട്. GSTയിൽ 17% ഒരു
വളർച്ച ഉണ്ടായിട്ടുള്ളത് ഇമ്പോർട്ട് GST അതായത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വഴി കിട്ടുന്ന GST ആണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നേറിയിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നത് രാജ്യത്തെ വ്യവസായങ്ങൾക്ക് ആവശ്യമായുള്ള റോ മെറ്റീരിയൽസ് അതുപോലെ അവരുടെ ക്യാപിറ്റൽ ഗുഡ്സ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മാനുഫാക്ചറിങ് സെഗ്മെന്റ് നല്ല തോതിലുള്ള ഉൽപ്പാദന വർധനവിന് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ കൺസംഷൻ കൂടുന്നതും അതുപോലെ GSTയുടെ ആ റീസ്ട്രക്ചറിങ് കാരണം ഉണ്ടായിട്ടുള്ള ആ ഒരു സുതാര്യത, ആ ഒരു ട്രാൻസ്പെറൻസി ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രെങ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നമ്മൾ മാർക്കറ്റിൽ വന്നിട്ടുള്ള ചില ബിസിനസ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നതായിട്ട് കാണാം. അപ്പോൾ പല പ്രധാന കമ്പനികളും നല്ല പ്രകടനങ്ങൾ നടത്തിയതായിട്ടും കാണാം. മാരുതി സുസുക്കി 16.7% ഇയർ ഓൺ ഇയർ വർധനമാണ് അവരുടെ പ്രതിമാസ വിൽപ്പനയിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ അവരുടെ എക്സ്പോർട്ട് 34% വർദ്ധിച്ചതായിട്ടും കാണാം. അതുപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 28% വർധനവ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ EV വെഹിക്കിളുകളിലാണ് 77% വർധനവ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ മഹീന്ദ്ര അവരുടെ SUV വിൽപ്പന 25% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ട്രാക്ടർ വിൽപ്പനയും 33% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഹ്യുണ്ടായി നോക്കുകയാണെങ്കിൽ 2.5% നല്ല മികച്ച പ്രകടനം നടത്തിയ ഒരു മാസമായിട്ടാണ് മാർച്ച് മാസം കാണുന്നത്. കാർ അല്ലെങ്കിൽ 4 വീലർ സെയിൽസിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ 2 വീലർ സെഗ്മെൻറ്റിലേക്ക് വന്നാൽ ഐഷർ മോട്ടോഴ്സിൻ്റെ ഇയർ ഓൺ ഇയർ സെയിൽസിലെ വർധനവ് 11%. അതുപോലെ ബജാജ് ഓട്ടോയും 2 വീലർ ഇലക്ട്രിക് വെഹിക്കിളിൽ 2ാം സ്ഥാനത്ത് എത്തിയതായിട്ട് കാണാം. അതുപോലെ TVS മോട്ടോഴ്സ് അവരുടെ 2 വീലർ ഇലക്ട്രിക് വെഹിക്കിളുടെ വിൽപ്പനയിൽ 3 ലക്ഷം യൂണിറ്റുകൾ എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോൺ കടന്നിരിക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ ഓട്ടോ സെയിൽസ് ഡാറ്റ പരിശോധിച്ചാൽ ചെറിയ കാറുകളെക്കാൾ കൂടുതൽ SUVകൾക്കും അതുപോലെ ബുള്ളറ്റ് പോലെയുള്ള വലിയ ബൈക്കുകൾക്കുമാണ് മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ ടാറ്റ മോട്ടോഴ്സും TVSഉം ഒക്കെ കാണിക്കുന്ന അവരുടെ മാർക്കറ്റ് ഷെയറിൻ്റെ ആ ഒരു കുതിച്ചുചാട്ടം സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മാരുതി സുസുക്കിയും ഐഷർ മോട്ടോഴ്സും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രമല്ല എക്സ്പോർട്ട് മാർക്കറ്റിലും അവരുടെ സാന്നിധ്യം കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും ഇന്നത്തെ ആ ഒരു വളറ്റൈൽ മാർക്കറ്റിൽ ഈ ഓട്ടോ സെയിൽസ് ഡാറ്റയുടെ ഒരു പ്രതിഫലനം നമ്മൾ ഓട്ടോ സെക്ടറിൽ കാണുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ ഈ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില മുന്നേറ്റം പല സ്റ്റോക്കുകളിലും കാണാൻ പറ്റിയേക്കാം. ഇനി നമ്മൾ ചില സ്റ്റോക്കുകളുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ ഇരേഡ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അവർ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റിൽ നമ്മൾ കാണുന്നത് അവരുടെ ലോൺ സാങ്ഷൻസ് 9% വർദ്ധിച്ചിട്ടുള്ളത്. അതുപോലെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 16% വർദ്ധിച്ചതായിട്ട് കാണാം. മൊത്തത്തിലുള്ള അവരുടെ ലോൺ ബുക്ക് 93,000 കോടിക്ക് മുകളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആനുവലായിട്ട് 22% ഒരു വളർച്ച അവരുടെ ലോൺ ബുക്കിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ബിസിനസ് അപ്ഡേറ്റിൽ നമ്മൾ കാണുന്നത് റവന്യൂ ഗ്രോത്ത് 4% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ ഓർഡർ ബുക്കിലും 34% വർധന ഉണ്ടായിട്ടുണ്ട്. 97 തേജസ് എയർക്രാഫ്റ്റുകൾക്കുള്ള ഡിമാൻഡാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഓർഡർ ബുക്ക് വർദ്ധിക്കാൻ കാരണം. അപ്പോൾ HALൻ്റെ ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 7-8 വർഷത്തേക്കുള്ള അവരുടെ വരുമാനം ഉറപ്പാക്കുന്ന അത്ര വലിയ ഓർഡറുകളാണ് HALൻ്റെ കൈവശമുള്ളത്. ഇതുപോലെ റീറ്റെയിൽ സെഗ്മെൻറ്റിലുള്ള അവന്യൂ സൂപ്പർ മാർട്ട്സ് അവർ 58ഓളം പുതിയ സ്റ്റോറുകൾ Q4 ആഡ് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്ത ഒരു കണക്ക് പ്രകാരം അവരിപ്പോൾ ഓൾറെഡി അവരുടെ സ്റ്റോറുകളുടെ എണ്ണം 500 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിലും ഒരു അപ്സൈഡ് മൂവിന് കാരണമായതായിട്ട് കാണാം. അപ്പോൾ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനിൽ കൂടുതലുള്ള ഒരു സ്റ്റോറിൻ്റെ എണ്ണത്തിലുള്ള വർധനമാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്കുകളുടെയൊക്കെ ബിസിനസ് അപ്ഡേറ്റുകൾ മാത്രമാണ്. നമുക്കറിയാം Q4ൻ്റെ റിസൾട്ടുകളുടെ സീസൺ വരാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പല കമ്പനികളുടെയും റിസൾട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രൊവിഷണൽ ആയിട്ടുള്ള ചില സൂചനകൾ അവരുടെ ബിസിനസ്സിനെ കുറിച്ച് നൽകിയത് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ക്വാർട്ടർലി റിസൾട്ടുകൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇനി നമ്മൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു സ്റ്റോക്കായിട്ടുള്ള സമ്മാൻ ക്യാപിറ്റലിലേക്ക് വന്നാൽ, ഈ സമ്മാൻ ക്യാപിറ്റൽ മുമ്പ് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെട്ട കമ്പനിയാണ്. അപ്പോൾ ഈ സമ്മാൻ ക്യാപിറ്റലിൽ നമുക്കറിയാം മുമ്പ് തന്നെ വാർത്തകൾ വന്നിരുന്നു. അതായത് അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഹോൾഡിംഗ് കമ്പനി ഇതിൻ്റെ പ്രൊമോട്ടറായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയാണ്. അപ്പോൾ ഈ UAE കമ്പനി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഭൂരിഭാഗം പ്രൊമോട്ടർ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കമ്പനി ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇവർ അഫിലിയേറ്റ് വഴി 41.5% ഷെയറുകൾ സ്വന്തമാക്കുന്നത് കൂടാതെ ഓഫർ വഴി മാർക്കറ്റിൽ നിന്നും ഷെയറുകൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 63.3% വരെയുള്ള ഒരു ഹോൾഡിംഗ് ആയിരിക്കും ഈ IHCക്ക് സമ്മാൻ ക്യാപിറ്റൽ ഉണ്ടാവുക. അപ്പോൾ അതോടുകൂടി ഓട്ടോമാറ്റിക്കലായി അവർ കമ്പനിയുടെ പ്രൊമോട്ടറായി മാറുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ അവർ 8,850 കോടിയുടെ ഒരു ഇടപാടാണ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കമ്പനിക്ക് ഗുണകരമാണ്. കാരണം കമ്പനിയുടെ ഗവേണൻസ് എഫിഷ്യൻ്റ് ആക്കാനും അതിൻ്റെ വിശ്വാസ്യത കൂട്ടാനും അത് സഹായിക്കും.
ഇപ്പോൾ ഈ സമ്മാൻ ക്യാപിറ്റലിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബുക്ക് വാല്യൂ ഇപ്പോൾ 281 രൂപയാണ്. പക്ഷേ മാർക്കറ്റിൽ ഇത് ട്രേഡ് ചെയ്യുന്നത് 146 എന്ന പ്രൈസിലാണ്. ഇപ്പോൾ ബുക്ക് വാല്യൂവിനേക്കാൾ എത്രയോ താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം പകുതിയോളം മാത്രമേ അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുകൂടാതെ സ്റ്റോക്കിൻ്റെ പി ഇപ്പോൾ 10 താഴെയാണ്. ഇൻഡസ്ട്രി പി 13.3 ആണ്. അപ്പോൾ അതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ സ്റ്റോക്കിൽ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം ഇതിൻ്റെ ROE ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 4.6% മാത്രമാണ്. ഇത് വളരെ കുറവാണ്. അപ്പോൾ പുതിയ മാനേജ്മെൻറ്റിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളി ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സ്റ്റോക്ക് വലിയ തകർച്ചയിലായിരുന്നു. ഒരു ഘട്ടത്തിൽ 1284 എന്ന പ്രൈസിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ് ഇന്ത്യാബുൾസ് ഹൗസിംഗ് ഫിനാൻസ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒന്നും നടന്നിട്ടില്ല, പക്ഷേ ചില ഡീമേർജറുകൾ നടന്നിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യാബുൾസ് റിയൽ എസ്റ്റേറ്റും ഇന്ത്യാബുൾസ് സെക്യൂരിറ്റീസും ഒക്കെ ഇതിൽ നിന്ന് ഡീമേർജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് പ്രൈസ് താഴോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ അത് വലിയ തോതിൽ പിന്നെയും താഴോട്ടേക്ക് വന്നതായിട്ട് കാണാം. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 31% വളർച്ച ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ UAE കമ്പനി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന വാർത്തകളാണ് ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. എങ്കിലും ഈ സ്റ്റോക്ക് ബൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 146 എന്നുള്ള പ്രൈസ് ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ വളരെയധികം വളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്രാഷ് വരികയാണെങ്കിൽ 139 വരെ ചിലപ്പോൾ താഴോട്ടേക്ക് വന്നേക്കാം. കാരണം ഈ 139 എന്ന പ്രൈസാണ് ഈ അബുദാബി കമ്പനി ഇത് ഓഫറായിട്ട് മാർക്കറ്റിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലോർ പ്രൈസ് ആയിട്ട് നിൽക്കും. അപ്പോൾ 139 ആ ഒരു പ്രൈസ് നമ്മളൊരു സപ്പോർട്ട് ലെവലായിട്ട് കാണാവുന്നതാണ്. ഇനി നമ്മൾ ഇന്ന് നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും അധികം ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ളത് 23,000 എന്ന ലെവലിലാണ്. അപ്പോൾ ആ കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് തന്നെ നിൽക്കും. പുട്ട് സൈഡിലുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുന്നത് 22,200 22,500 ഒക്കെയാണ്. അപ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് സോൺ കാണുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് ഒരു സപ്പോർട്ട് ലെവലായിട്ടും നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഈ സപ്പോർട്ട് ലെവലിൽ നിന്നും ഇത് റീബൗണ്ട് ചെയ്തത് കൊണ്ട് തന്നെ 22,850 എന്ന ലെവല് മറികടന്നാലാണ് ഒരു റിക്കവറിയുടെ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ട്രംപിൻ്റെ പ്രസംഗവും ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യവും നിലനിൽക്കുന്നതിനാൽ ഇനിയും മാർക്കറ്റിൽ വലിയ തോതിലുള്ള ഷാർപ്പ് ഡിപ്സും ഷാർപ്പായിട്ടുള്ള റിക്കവറിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യ വിക്സ് ഇന്ന് 2% അപ്പായിട്ടാണ് നിൽക്കുന്നത്. 25-ന് മുകളിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ വളറ്റിലിറ്റി ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന തരുന്നത്. അപ്പോൾ അടുത്ത 3 ദിവസങ്ങളിൽ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ വരാൻ പോകുന്ന മാർക്കറ്റിലും ഏതൊരു ഉയർച്ച മാർക്കറ്റിലുണ്ടായാലും അവിടെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിങ്ങും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ 23,000 എന്ന ലെവൽ ക്രോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടൊരു ബുള്ളിഷ് ആവാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.